ജോ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് LP-UP പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ. ഭാഷാ പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ഭാഷാ പഠനം എന്നത് ഒരു ശീലം മാത്രമാണ്. പ്രബലനത്തിലൂടെയാണ് ഭാഷ വികസിക്കുന്നത് എന്ന് പറയുന്ന സിദ്ധാന്തം ഏതാണ്? ഓപ്ഷൻസ്: നേറ്റിവിസം, കോഗ്നിറ്റിവിസം, ബിഹേവിയറിസം, ഇൻ്ററാക്ഷണലിസം. ശരി ഉത്തരം ബിഹേവിയറിസം. അടുത്ത ചോദ്യം: ഭാഷാ ആർജന ഉപകരണം അഥവാ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ്: BF സ്കിന്നർ, ജീൻ പിയാഷെ, നോം ചോംസ്കി, ലെവ് വിഗോട്സ്കി. ശരി ഉത്തരം നോം ചോംസ്കി. മൂന്നാമത്തെ ചോദ്യം: ഒരു കുട്ടി വലുത്, ചെറുത് എന്നീ ആശയങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഈ വാക്കുകൾ ശരിയായി ഉപയോഗിക്കുന്നു. ഇത് ഏത് സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ് നോക്കാം: നേറ്റിവിസം, കോഗ്നിറ്റിവിസം, ബിഹേവിയറിസം, ഇൻ്ററാക്ഷണലിസം. ശരി ഉത്തരം കോഗ്നിറ്റിവിസം. അടുത്ത ചോദ്യം: BF സ്കിന്നറുടെ അഭിപ്രായത്തിൽ ഭാഷാ പഠനം ഒരു പ്രക്രിയയാണ്. അത് എങ്ങനെയുള്ളതാണ്? ഓപ്ഷൻസ്: ജന്മസിദ്ധമായ കഴിവ്, മാനസിക വികാസത്തിൻ്റെ ഫലം, അനുകരണവും പ്രബലനവും വഴി, സാമൂഹിക ഇടപെടലിലൂടെ. ശരി ഉത്തരം അനുകരണവും പ്രബലനവും വഴി. സാർവത്രിക വ്യാകരണം അഥവാ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? BF സ്കിന്നർ, ജീൻ പിയാഷെ, നോം ചോംസ്കി, ലെവ് വിഗോട്സ്കി. ശരി ഉത്തരം നോം ചോംസ്കി. ആറാമത്തെ ചോദ്യം: ഏത് സിദ്ധാന്തമാണ് ഭാഷയെ സാമൂഹിക ഇടപെടലിലൂടെ പഠിക്കുന്ന ഒന്നായി കാണുന്നത്? ഓപ്ഷൻസ്: നേറ്റിവിസം, ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, ഇൻ്ററാക്ഷണലിസം. ശരി ഉത്തരം ഇൻ്ററാക്ഷണലിസം. അടുത്ത ചോദ്യം: സമീപസ്ഥ വികസന മണ്ഡലം അഥവാ ZPD എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? നോം ചോംസ്കി, BF സ്കിന്നർ, ജീൻ പിയാഷെ, ലെവ് വിഗോട്സ്കി. ശരി ഉത്തരം ലെവ് വിഗോട്സ്കി. അടുത്തത്: ഏത് മനഃശാസ്ത്രജ്ഞനാണ് ഭാഷയേക്കാൾ മുന്നിൽ ചിന്തയാണ് എന്ന് വാദിച്ചത്? ഓപ്ഷൻസ്: നോം ചോംസ്കി, BF സ്കിന്നർ, ജീൻ പിയാഷെ, ലെവ് വിഗോട്സ്കി. ശരി ഉത്തരം ജീൻ പിയാഷെ. അടുത്തത്: ഏത് സിദ്ധാന്തമാണ് ഭാഷയെ ഒരു മാനസിക പ്രക്രിയയായി കാണുന്നത്? ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, നേറ്റിവിസം, ഇൻ്ററാക്ഷണലിസം. ശരി ഉത്തരം കോഗ്നിറ്റിവിസം. അടുത്ത ചോദ്യം: ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ ഭാഷാ വികാസത്തിന് പിന്തുണ നൽകുന്നത് ഏത് സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആശയമാണ്? ഓപ്ഷൻസ് നോക്കാം: നേറ്റിവിസം, ബിഹേവിയറിസം, ഇൻ്ററാക്ഷണലിസം, കോഗ്നിറ്റിവിസം. ശരി ഉത്തരം ഇൻ്ററാക്ഷണലിസം. അടുത്ത ചോദ്യം: BF സ്കിന്നറുടെ അഭിപ്രായത്തിൽ ഭാഷാ ആർജനത്തിനുള്ള പ്രധാന ഘടകം ഏതാണ്? ജന്മസിദ്ധമായ കഴിവ്, സാമൂഹിക ചുറ്റുപാടുകൾ, പ്രബലനം, മാനസിക പക്വത. ശരി ഉത്തരം പ്രബലനം. അടുത്ത ചോദ്യം: പുതിയ വാക്യങ്ങൾ സ്വയം നിർമ്മിക്കുന്ന ഭാഷയുടെ ക്രിയാത്മക വശങ്ങളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന വിമർശനം ഏത് സിദ്ധാന്തത്തിനാണ് ഉള്ളത്? ഓപ്ഷൻസ്: കോഗ്നിറ്റിവിസം, നേറ്റിവിസം, ബിഹേവിയറിസം, ഇൻ്ററാക്ഷണലിസം. ശരി ഉത്തരം ബിഹേവിയറിസം. അടുത്ത ചോദ്യം: ഭാഷാ വികാസത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ജീൻ പിയാഷെ, ലെവ് വിഗോട്സ്കി, BF സ്കിന്നർ, ജെറോം ബ്രൂണർ. ശരി ഉത്തരം ലെവ് വിഗോട്സ്കി. അടുത്ത ചോദ്യം: നേറ്റിവിസത്തിൻ്റെ ഒരു പരിമിതി എന്താണ്? ഓപ്ഷൻസ്: ഇത് സാമൂഹിക ഇടപെടലിന് അമിത പ്രാധാന്യം നൽകുന്നു, ഇത് പ്രബലനത്തിൻ്റെ പങ്ക് അവഗണിക്കുന്നു, LADയുടെ നിലനിൽപ്പ് ഒരു സാങ്കല്പിക ആശയം മാത്രമാണ്, ഇത് മാനസിക പ്രക്രിയകളിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ശരി ഉത്തരം LADയുടെ നിലനിൽപ്പ് ഒരു സാങ്കല്പിക ആശയം മാത്രമാണ്. അടുത്ത ചോദ്യം: ജെറോം ബ്രൂണറുടെ ഭാഷാ പഠന സംവിധാനം ലാസ് എന്ന ആശയം ആർക്കെതിരെയുള്ള ഒരു വാദമാണ്? ഓപ്ഷൻസ്: ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, നേറ്റിവിസം, പാവ്ലോവിൻ്റെ കണ്ടീഷനിങ്. ശരി ഉത്തരം നേറ്റിവിസം. അടുത്ത ചോദ്യം:
ഒരു കുട്ടി ഒരു വാക്കിനും ഒരു വസ്തുവിനും, ഉദാഹരണത്തിന് പന്ത് എന്ന വാക്കും പന്ത് എന്ന വസ്തുവും തമ്മിൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പഠിക്കുന്നു. ഇത് ഏത് സിദ്ധാന്തത്തിൻ്റെ തത്വമാണ്? ഓപ്ഷൻസ്: കോഗ്നിറ്റിവിസം, നേറ്റിവിസം, ബിഹേവിയറിസം, ഇൻട്രാക്ഷണലിസം. ശരി ഉത്തരം ബിഹേവിയറിസം. അടുത്ത ചോദ്യം നോക്കാം. ഒരു കുട്ടി ബോധപൂർവം പഠിക്കാതെ തന്നെ ഭാഷ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയെ ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത് ഏത് സിദ്ധാന്തമാണ്? ഓപ്ഷൻസ്: ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, നേറ്റിവിസം, സാമൂഹിക ഇടപെടൽവാദം. ശരി ഉത്തരം നേറ്റിവിസം. അടുത്തത്, ഒരു കുട്ടിക്ക് ഒരു വാക്യം പൂർത്തിയാക്കാൻ അധ്യാപകൻ സൂചനകൾ നൽകുന്നത് ഏതിനുദാഹരണമാണ്? ഓപ്ഷൻസ്: പ്രബലനം, മാനസിക വികാസം, സ്കാഫോൾഡിംഗ്, ജന്മസിദ്ധമായ കഴിവ്. ശരി ഉത്തരം സ്കാഫോൾഡിംഗ്. അടുത്തത്, ഭാഷ ചിന്തയ്ക്കുള്ള ഒരു ഉപകരണം ആണെന്ന പ്രധാന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. പിയാഷെ, ചോംസ്കി, വിഗോട്സ്കി, സ്കിന്നർ. ശരി ഉത്തരം വിഗോട്സ്കി. 20ാമത്തെ ചോദ്യം. ഭാഷാ പഠനത്തിൽ ബാഹ്യമായ ചുറ്റുപാടുകൾക്കും അതിൻ്റെ സ്വാധീനത്തിനും പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം ഏതാണ്? ഓപ്ഷൻസ്: കോഗ്നിറ്റിവിസം, നേറ്റിവിസം, ബിഹേവിയറിസം, ഇൻട്രാക്ഷണലിസം. ശരി ഉത്തരം ബിഹേവിയറിസം. ചിന്തയാണ് ഭാഷയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ചോംസ്കി, പിയാഷെ, വിഗോട്സ്കി, സ്കിന്നർ. ശരി ഉത്തരം പിയാഷെ. അടുത്ത ചോദ്യം. ജന്മസിദ്ധമായ കഴിവും സാമൂഹികവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളും ചേർന്നുള്ളതാണ് ഭാഷാ പഠനം എന്ന് പറയുന്ന സിദ്ധാന്തം ഏതാണ്? ബിഹേവിയറിസം, നേറ്റിവിസം, കോഗ്നിറ്റിവിസം, ഇൻട്രാക്ഷണലിസം. ശരി ഉത്തരം ഇൻട്രാക്ഷണലിസം. അടുത്ത ചോദ്യം. ഒരു കുട്ടിക്ക് മാങ്ങ എന്ന് പറയാൻ കഴിയുമ്പോൾ രക്ഷിതാക്കൾ അവന് മാങ്ങ നൽകുന്നു. ഇത് ഏത് സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: ബിഹേവിയറിസം, നേറ്റിവിസം, കോഗ്നിറ്റിവിസം, ഇൻട്രാക്ഷണലിസം. ശരി ഉത്തരം ബിഹേവിയറിസം. 24ാമത്തെ ചോദ്യം. പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഏതു ഭാഷാ പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമാണ്? ഓപ്ഷൻസ്: നേറ്റിവിസം, ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, ഇൻട്രാക്ഷണലിസം. ശരി ഉത്തരം ബിഹേവിയറിസം. അടുത്ത ചോദ്യം. ഒരു കുട്ടിക്ക് ഭാഷ പഠിക്കാനുള്ള കഴിവ് തലച്ചോറിൽ ജന്മനാ ഉള്ളതാണ്. ഈ പ്രസ്താവന ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായാണ്? ഓപ്ഷൻസ്: നോം ചോംസ്കി, ബി.എഫ്. സ്കിന്നർ, ലെവ് വിഗോട്സ്കി, ജെറോം ബ്രൂണർ. ശരി ഉത്തരം നോം ചോംസ്കി. അടുത്തത്, ഭാഷയും ചിന്തയും ആദ്യം സ്വതന്ത്രമായി വികസിക്കുകയും പിന്നീട് ഒരുമിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതാരാണ്? ഓപ്ഷൻസ്: ചോംസ്കി, പിയാഷെ, വിഗോട്സ്കി, സ്കിന്നർ. ശരി ഉത്തരം വിഗോട്സ്കി. അടുത്ത ചോദ്യം. സാമൂഹിക ഇടപെടലിലൂടെ ഭാഷാ പഠനം നടക്കുന്നു എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ്: ജീൻ പിയാഷെ, ലെവ് വിഗോട്സ്കി, ബി.എഫ്. സ്കിന്നർ, നോം ചോംസ്കി. ശരി ഉത്തരം ലെവ് വിഗോട്സ്കി. ഭാഷാ പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കേട്ടറ്റ് LPUP പരീക്ഷകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്കായി ചോക്ക് ഡ്രീംസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.